സന്തോഷ് ട്രോഫിയിൽ അസമിനെ തകർത്ത് കേരളം സെമിയിൽ. ക്വാർട്ടറിൽ ആധികാരിക ജയം സ്വന്തമാക്കിയാണ് കേരളം സെമിയിൽ എത്തിയത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കേരളം ആതിഥേയരെ മറികടന്നത്. സന്തോഷത്തോടെ കേരളം മുന്നോട്ട്. ഖിലാഫ അഹമ്മദ് ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഖിലാഫ, കഴിഞ്ഞ തവണ നമുക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ കൈവിട്ട കിരീടമാണ്. ഇത്തവണ കേരളം എന്തായാലും സെമിയിൽ എത്തിയിരിക്കുന്നു. ഇനിയുള്ള കേരളത്തിന്റെ പ്രതീക്ഷ? തീർച്ചയായും രജീഷ്, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒറ്റ ഗോളിന്റെ വ്യത്യാസത്തിലാണ് ആ ഒരു കിരീടം, 8ാം കിരീടം എന്ന ലക്ഷ്യം നമുക്ക് നഷ്ടമായത്. എന്നാൽ ഇത്തവണ രണ്ടും കൽപ്പിച്ചിട്ടാണ് കേരളം ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലായിരിക്കട്ടെ, അതേപോലെ തന്നെ ഈ ക്വാർട്ടറിലായിരിക്കട്ടെ, ഒരു മിന്നും പ്രകടനം തന്നെയാണ് താരങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇന്ന് നടന്ന മത്സരത്തിൽ ഒരു ആധികാരിക ജയം, അതായത് 1ാം പകുതിയിൽ തന്നെ 2 ഗോളുകൾ നേടുന്നു. അതായത് 17ാം മിനിറ്റിൽ ക്യാപ്റ്റൻ മനോജ് തന്നെ വല കുലുക്കുന്നു. പിന്നീട് അവസാനം, അതായത് ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ അജ്സൽ, അതായത് ഈ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിലും ഒരു കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അജ്സൽ 45ാം മിനിറ്റിൽ ഗോൾ എത്തിക്കുന്നു. പിന്നീട് അവസാന നിമിഷം ഇഞ്ചുറി ടൈമിൽ 94ാം മിനിറ്റിലാണ് പിന്നീട് കേരളത്തിന്റെ മറ്റൊരു ഗോൾ പിറക്കുന്നത്. അത് ദിൽഷാദിന്റെ വകയായിരുന്നു ആ ഒരു ഗോൾ. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കേരളം ഒരു മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരത്തിൽ തോറ്റെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ, മനോധൈര്യം കൈവിടാതെ തന്നെ ക്വാർട്ടറിലിറങ്ങിയ കേരളം ആതിഥേയരെ തോൽപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സെമിയിലേക്ക് എത്തുന്നത്. ഒരു ജയം അകലെ 8ാം കിരീടമാണ് കേരളത്തിനെ കാത്തിരിക്കുന്നത്. കൂടാതെ നമുക്കറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ വർഷം ഒരൊറ്റ ഗോളിന്റെ വ്യത്യാസത്തിലാണ് കേരളത്തിന് കിരീടം നഷ്ടമായതെങ്കിൽ ഈ പ്രാവശ്യം മികച്ച ഒരു ടീമിനെ തന്നെയാണ് കേരളം കളത്തിലിറക്കിയിരിക്കുന്നത്. ഇതിൽ അജ്സലിന്റെ പ്രകടനമാണ് നിർണായകമായത്. 2ാം ഗോൾ നേടിയതോടെ പിന്നീട് അസമിനെ 2ാം പകുതിയിൽ പിടിച്ചു കെട്ടുകയായിരുന്നു കേരളം. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നിരന്തരം അറ്റാക്കുകൾ അസമിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ, എന്നാൽ പ്രതിരോധത്തിനെ തട്ടിത്തടഞ്ഞ് ഈ ഒരു മത്സരത്തിൽ ഒരു മികച്ച പ്രകടനം പ്രതിരോധത്തിന് നിരയിൽ നിന്നും കാഴ്ചവെക്കാനായി. എന്തായാലും മത്സരത്തിൽ ഒരു വമ്പൻ ജയത്തോടെ തന്നെ ക്വാർട്ടറിൽ എത്തിയിരിക്കുകയായിരുന്നു. മറ്റന്നാൾ നടക്കുന്ന ക്വാർട്ടറിൽ പഞ്ചാബാണ് കേരളത്തിന്റെ എതിരാളികൾ. രുജീഷ്, മറ്റന്നാളാണ് ഇനി സെമി പോരാട്ടം. സെമിയിൽ പഞ്ചാബാണ് കേരളത്തെ നേരിടുക. വലിയ ആവേശത്തോടെയാണ് കേരളം ക്വാർട്ടറിൽ ജയിച്ചത്.